വെൽക്കം എല്ലാവർക്കും ജയക്കുന്ന ചാനലിലേക്ക് സ്വാഗതം. പൊങ്കൽ പ്രമാണിച്ചതാണ് നമ്മുടെ ആൻഡമാനിലെ എല്ലാവർക്കും ഉള്ള ഉത്സവമാണ് പൊങ്കൽ. താണ്ട് അവർ എനിക്ക് വീഡിയോ ചെയ്യുന്നുണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു കരിമ്പ് എനിക്ക് തന്നു. ഹാപ്പി പൊങ്കൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി പറയാൻ വേണ്ടി. തമ്പി എവ്വളോ വില? 150 രൂപയെന്ന് ചൊല്ലുത്. അക്കു ശിവാശിയിൽ ചെറിയൊരു കരിമ്പൊക്കെ അവർ കൊടുത്ത്. ഗന്ന അതായത് കരിമ്പിനെ ഹിന്ദിയിൽ ഗന്ന എന്നാണ് പറയുന്നത്. ക്യാ ഭായി കിतना रुपया बोलता? ഓഹോ സസ്താ മിൽത്ത പോലത്തെ എല്ലാവർക്കും കുറച്ച് കൊടുക്കുമെന്ന് പറയുന്നത് പൊങ്കൽ പ്രമാണിച്ച്. നമ്മള് ഇവിടെ ബംബു ഫ്ലാറ്റ് മാർക്കറ്റിന്റെ ഒരു തിക്കും തിരക്കും ബഹളവും കണ്ടോ. കാണിച്ചു തരാം. ഇതൊന്നും അല്ല, അകത്തോട്ട് കയറിയാൽ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാന്ന്. എല്ലാവരും ഈ സമയത്ത് ഈ വീട്ടിൽ പൊങ്കൽ പ്രമാണിച്ച് എല്ലാവരും രംഗോലി ഇടും. അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെയാണ് മിക്ക. അത് രംഗോലി ഇടുന്ന അരിപ്പൊടി കണക്കുള്ള ഒരു പൊടിയുണ്ട്. പൗഡർ ക്യാ ബോൾതാ? കോലം പൊടി. സോറി, ആ കോലം പൊടി. കോലം പോടുന്ന പൊടി. ആളുകൾ വന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഹൽദി കേസ് 50 രൂപ. ഇത് 50 രൂപയെന്ന് പറയുന്നത് കേട്ടോ. அப்புறமா வந்து வாங்குறேன். வீடியோ போட்டுட்டு இப்போ வாங்கி வைக்கிறது கவர் இல்லை. குழந்தையாட்டு கொஞ்சம் കഴിഞ്ഞ് வந்து வாங்கலாம். എവിടെ നോക്കിയാലും കരിമ്പ് തന്നെ കരിമ്പ്. നമ്മുടെ കരിമ്പ്, മഞ്ഞൾ, എല്ലാവരും പൊങ്കലിൻ്റെ സാധനങ്ങളെല്ലാം മേടിക്കുന്ന തിരക്കിലാണ്. ഹായ്, ഹാപ്പി പൊങ്കൽ പോലും. തേങ്ങ വിൽക്കാനുണ്ട്. ഇവിടെ കരിമ്പ് ചെറിയ ചെറിയ പീസായിട്ട് വെട്ടിക്കൊടുക്കുന്നു. ഈ മാർക്കറ്റിൻ്റെ അകത്തോട്ട് പോകണം. എല്ലാവരും ബിസിയാണ്. സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് രംഗോലിയും കളറൊക്കെയാണ്. അതുകൊണ്ട് ഇത് പൊങ്കലിന് എല്ലാവരും കോലം ഇടും. ആ കോലത്തിനായിട്ടുള്ള കോലം പൊടിയും അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ മാർക്കറ്റിലോട്ട് കയറുകയാണ്. ഉള്ളി, പപ്പടം, ഇങ്ങനെ റേഷൻ ഐറ്റം എല്ലാം ഉണ്ട്. നമ്മുടെ ആൻഡമാനിലെ കടയാണ് ഇത്. ഹോൾസെയിൽ കടകളും റീറ്റെയിൽ കടകളും എല്ലാം ഉണ്ട് ഇവിടെ. നമ്മുടെ കേരളത്തിലെ മാർക്കറ്റ് പോലെ തന്നെ കണക്കാണ്. അവിടെ ഇവിടെ എല്ലാം ചുറ്റുമായിട്ട്. പൊങ്കലായിട്ട് എങ്ങനെയുണ്ട്? വീഡിയോ താങ്ക് യു. എല്ലാവരും കാണും കേട്ടോ. കേരളത്തിലുള്ളവരെല്ലാവരും കണ്ടോളൂ. എവിടെയാ? നാട്ടിലെവിടാ? കോഴിക്കോട്. എവിടെയാ? മലപ്പുറം. ഞാൻ കൊല്ലം. ഞാൻ ഇതിനു അല്ലല്ല, അവരെല്ലാരും തമാശ പറയണം കേട്ടോ. എല്ലാ നാട്ടിലുള്ള ആളുകൾ ജീവിക്കാൻ വേണ്ടി വന്ന് ഇവിടെ എല്ലാവരും പൗസ് കേട്ടു. നമുക്ക് മാർക്കറ്റിൻ്റെ അകത്തോട്ട് പോകാം കേട്ടോ. തുണിക്കടകൾ, ചെരുപ്പ് കടകൾ, അങ്ങനെ പല പല കടകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ ചായയും തേയിലയൊക്കെ കൊണ്ടുവന്ന് അയ്യെന്ന് പറയുന്നുണ്ട്. തുണിക്ക് എനിക്കൊന്നും വേണ്ട. ജസ്റ്റ് അക്കൂ ഇതറിയേ. അതുകൊണ്ട് ഇവിടെ തന്നെ തയ്ക്കാനും എടുക്കാനും ടൈലേഴ്സ് ഉണ്ട്. നമുക്ക് ബാഗ് അല്ലെങ്കിൽ നമ്മുടെ തുണികളൊക്കെ തരുവാണെങ്കിൽ ഇത് ഇവിടെ തന്നെ മാർക്കറ്റിനോട് അടുത്ത് തന്നെ മെഷീൻ ഇട്ടിട്ട് ഒത്തിരി ആളുകൾ ഇരിക്കൊണ്ട് ഇവിടെ തയ്യലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഹാപ്പി പൊങ്കൽ. ഇനി അങ്ങോട്ട് താണ്ട ഇതിൻ്റെ പല ഭാഗത്തുനിന്നും പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ആ റൂട്ടാണ് വന്നത്. താണ്ട ഇങ്ങോട്ട് അകത്തോട്ട് കയറിയാൽ മാർക്കറ്റിലോട്ട് കയറും. ഇങ്ങോട്ട് പോയാലും മാർക്കറ്റ്. പല രീതിയിലോട്ടും പല സ്ഥലത്തിലോട്ടും പോകാം. നമുക്ക് ഇങ്ങോട്ട് തന്നെ പോകാം. വാക്കൂ. अगर मैं 24 घंटा पहले टिकट कैंसिल कराता हूँ तो
दाम 100 रुपया कितना है दाम उसका ടവൽ का 100 रुपया പോലത്തെ അതെല്ലാം കേട്ട് നടക്കുകയാണ്. ഇത് വളകളൊക്കെ വിൽക്കുന്ന കടകളാണ്. ബാംഗിൾസ്, വളകൾ എല്ലാം വേണ്ട. ഇവിടെ കയറി ഇറങ്ങി നമുക്ക് കാഴ്ചകൾ കാണാം. സാധനങ്ങളൊന്നും മേടിച്ചില്ലെങ്കിലും കാഴ്ചകൾ കാണാം. അതാണ്ട് ഇത് ഹോൾസെയിൽ കടയാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല തിരക്കുണ്ട്. പൊങ്കലും കാര്യങ്ങളൂടെ ഒക്കെ അല്ലേ സാധനങ്ങളും കാര്യങ്ങളെല്ലാം മേടിക്കാനായിട്ട് ആളുകളുടെ ഒരു തിരക്ക് തന്നെ ഉണ്ട്. അതാണ്ട് ചെരുപ്പ് കട. ഞാൻ ഈ ഭാഗത്തൂടെ ഇറങ്ങുകയാണ്. ഇനി നമുക്ക് പച്ചക്കറികളും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സ്ഥലത്തിലോട്ട് നമുക്ക് പോവാം. ഞാനിപ്പം ഇത് ഫ്രൂട്ട്സ് പച്ചക്കറികളുള്ള മാർക്കറ്റിലോട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ തന്നെ ചെറിയൊരു ചായക്കട കാണുന്നുണ്ട്. സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതും സാധനങ്ങൾ മേടിക്കാൻ വന്ന ആളുകളുടെ തിരക്കാണ്. പൊങ്കലായതുകൊണ്ട് മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു വൈകിട്ട് രാവിലത്തെക്കാട്ടി നല്ല തിരക്ക് വൈകിട്ടായിരിക്കും. ഇപ്പോൾ കുറച്ച് വെയിലുണ്ട് കേട്ടോ, അതുകൊണ്ട് അധികം ആളൊന്നുമില്ല. നമുക്ക് ഈ പച്ചക്കറി കടയിൽ ഫ്രൂട്ട്സ് മാത്രമല്ല അതുകൊണ്ട് പൂക്കളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലവേഴ്സ് ഉണ്ട്. KG കേസ് 600 രൂപ എന്ന് പറയുന്നു കേട്ടോ. നമ്മുടെ റോസ് ഫ്ലവർ നമ്മുടെ പച്ചമാങ്ങയ്ക്ക് 100 റുപ്യ എന്ന് പറയുന്നു 1 കിലോ. നല്ല തേങ്ങ, പച്ചക്കറികൾ, ഇവിടെ ജമന്തി പൂക്കൾ, തേങ്ങയൊക്കെ വെച്ചിരിക്കുന്ന ആ സ്റ്റൈൽ കണ്ടോ. അടിപൊളി സ്റ്റൈലിലാണ് തേങ്ങയൊക്കെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കിഴങ്ങൊക്കെ ഉണ്ട്. ഹാപ്പി പൊങ്കൽ. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു തട്ടുകടയും ഇവിടെ കണക്ക് വരുന്ന മാർക്കറ്റിൽ വരുന്ന ആളുകൾക്ക് തന്നെ ഇവിടെ ചായ കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. കണ്ട വാഴയിലൊക്കെ കണ്ട ഇതൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വിൽക്കാനായിട്ടാണ്. പൊങ്കൽ പ്രമാണിച്ച് ആരുടെ വീട്ടിൽ വാഴയില്ല അവർക്ക് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വാഴയിലയിൽ ചോറ് കഴിക്കാം. ഇതൊക്കെയാണ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. നമ്മുടെ മധുരക്കിഴങ്ങില്ലേ ഈ KG കേസേ 120 രൂപ എന്നാണ് പറയുന്നത് മധുരക്കിഴങ്ങിന്. ഒരു മധുരക്കിഴങ്ങ് ഐസില്ല. മധുരക്കിഴങ്ങ് കണ്ടോ. ചലോ. ഈ മഞ്ഞപ്പൂവിന് 100 ഗ്രാം 600 രൂപ എന്ന് പറയുന്നത്. കണ്ട് ഇവിടെ എന്തൊക്കെയുണ്ട്. പച്ചക്കറികളുണ്ട്, മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, കോളിഫ്ലവർ, എല്ലാ ഐറ്റങ്ങളും കിട്ടും. നമ്മുടെ ആൻഡമാനിൽ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. വേണ്ടതോ അണ്ണൻ്റെ ചിരി നോക്കി. ഇവിടെ ഉണ്ട് എല്ലാ ഐറ്റങ്ങളും കിട്ടുന്നുണ്ട്. മാർക്കറ്റിനകത്ത് കയറിയ ഇതിപ്പോൾ നമ്മൾ ബജാറിൽ തന്നെ ഇനിയും വേറെ 1-2 മാർക്കറ്റുണ്ട്. ഞാൻ അവിടുത്തെ വീഡിയോ ഒരിക്കൽ ഫിഷ് മാർക്കറ്റിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. കണ്ടേ ചൂല് നമ്മുടെ റേഷൻ കടയാണ് കേട്ടോ. റേഷൻ കടയിൽ വരെ പച്ചക്കറി വിൽക്കുന്നുണ്ട്. അവിടുത്തെ കാര്യം എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ, നാട്ടിൽ റേഷൻ കടയിൽ ഇതൊക്കെ വിൽക്കുന്നുണ്ടോയെന്ന്. പിന്നെ ഇവിടെ പപ്പട ഐറ്റങ്ങളല്ലേ, പപ്പടിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, പൊരി ഐറ്റങ്ങളെല്ലാം അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉള്ള കടയാണത്. ബീട്രൂട്ട്, ക്യാരറ്റ് അങ്ങനെയൊക്കെയുള്ള കടകൾ. മാങ്ങയൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല പച്ച മാങ്ങ ഇരിക്കുന്നുണ്ടോ. പച്ച മാങ്ങ, തേങ്ങ, എല്ലാം കടകളാണ്. എല്ലാം ഹോൾസെയിൽ കടകളാണ് കേട്ടോ. എവിടെ നോക്കിയാലും നല്ല ഫ്രഷ് പച്ചക്കറികൾ കാണാം. ഇവിടെ എല്ലാ കടകൾ തന്നെ. വേണ്ട ഇവിടെ ഒരു താത്തയുടെ കട കാണുന്നു. അവിടെ നല്ല ഈ സെൻറ്റ് ബേക്കറി, മാഗി, ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ള ഐറ്റം ഉണ്ട്. ഗുഡ് മോർണിംഗ് മാം. നാട്ടിലെവിടെയാ? मेलन में इधर ही गए 20 साल हो गया इधर ही है 30 साल हो गया हाँ 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 ഇവിടുന്ന് വേറെ അങ്ങോട്ട് റൂട്ട് ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം അതാണ്ട് പിച്ചാത്തിയും കത്താളൊക്കെ വിൽക്കുന്ന കടകളാണ് അതുകൊണ്ട് ഇവിടെ ഈ നമ്മുടെ എന്താ പറയുന്നത് ദിയ ഉണ്ട് പിന്നെ പിച്ചാത്തി കത്താള് പിന്നെ നമുക്ക് താണ്ട വീട്ടിനാവശ്യമായ റൊട്ടിപ്പലകകൾ എന്തൊക്കെ ഐറ്റങ്ങളുണ്ടെന്ന് നോക്കി എല്ലാ ഐറ്റവും ഉണ്ട് കണ്ട നമ്മൾ അടുപ്പില്ലേ അടുപ്പ് കല്ലുകൾ എല്ലാ ഐറ്റങ്ങളും കിട്ടുന്ന കട കണ്ട മേളിലൊക്കെ കളർഫുള്ളായിട്ടുള്ള കുടമൊക്കെ ഇരിക്കുന്നു ഇതെല്ലാം ഞാൻ അകത്തോട്ട് എല്ലാ ഭാഗവും നമുക്ക് ചുറ്റി പഴയ സ്ഥലത്തോട്ട് പോകുന്നുണ്ട് നാരങ്ങയൊക്കെ ഇരിക്കുന്നുണ്ടോ വേണ്ട നാരങ്ങയൊക്കെ ഇരിക്കുന്നു നാരങ്ങ നമ്മുടെ കൊച്ചുള്ളിയുടെ വില എത്രയാണെന്ന് അറിഞ്ഞൂടാ കണ്ട നമ്മൾ അങ്ങ് കാണുന്നില്ല ആ റൂട്ടാണ് വന്നത്
നല്ല സൂപ്പർ നെല്ലിക്ക ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല നെല്ലിക്കയാണ്. ഇവിടെ ആവല എന്നാണ് പറയുന്നത്. കെ ജി കൈസ ബൈ 260 രൂപ എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിന് 260. ക്യാപ്സിക്കം. നമുക്ക് അങ്ങോട്ട് പോകാം. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇനി വീഡിയോസ് കാണാം. നല്ല ഫ്രഷ് കറിവേപ്പിലയൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഫ്രഷ് കറിവേപ്പിലയും പച്ചക്കറി ഐറ്റങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. നമ്മൾ വന്ന റൂട്ടല്ല കേട്ടോ. ഞാൻ തിരിഞ്ഞ് ആ ഭാഗത്ത് തന്നെ വരാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് വേറൊരു സ്ഥലത്തോട്ടാണ് വന്നിരിക്കുന്നത്. എല്ലായിടും എത്ര ആളും തിരക്കുവാണെന്ന് നോക്ക്. എല്ലാ ആളും തിരക്കും. ദേഗ്ലു എന്ന് പറയുന്നത് എന്തോ ആയിട്ട് ഞാനിത് ഫസ്റ്റ് കാണും. ഫസ്റ്റ് इसको प्राइस कैसे है? 160 रुपये का 1 किलो. ഓ അതുകൊണ്ട് നമ്മൾ മാർക്കറ്റ് തിരിഞ്ഞ് ഏത് റൂട്ടിലാണ് വന്നതെന്ന് നോക്കും. നമ്മൾ വന്ന റൂട്ടിലല്ല വന്നത് കേട്ടോ. വേറെ റൂട്ടിലോട്ട് ഇറങ്ങി കുറച്ചങ്ങോട്ട് ചെന്നാൽ റൈറ്റിലോട്ട് ചെയ്താൽ നമ്മൾ വന്ന സ്ഥലമായി. എല്ലാ ഫ്രൂട്ട്സ്. ഒരു കടയിൽ ഒരു ഉണക്ക ഇത് കണ്ടില്ലായിരുന്നു, ഒരു നീളമുള്ളത്. ഇത് പനം കിഴങ്ങെന്ന് അവർ പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ഞാനിത് കണ്ടിട്ടില്ല. കുച്ചിവാളി കിഴങ്ങെന്ന് പറയുന്നത്. മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂട കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻസിലൊക്കെ രേഖപ്പെടുത്തണേ. കിഴങ്ങൊക്കെ ഇരിക്കുന്നു. അക്കു ഇവിടുത്തെ ഒരു കിഴക്കുണ്ടോ വണ്ടിയുടെയും കാര്യങ്ങളുടെ എല്ലാം. ചെരുപ്പുകടയൊക്കെ ലാഭത്തിന്. ചെപ്പൽ കേസ് എഗ്ഗോടാ. എല്ലാവരും ബിസിയാണ്. ഒത്തിരി നാരങ്ങയും കാര്യങ്ങളും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ഇതാണ്ട്. ഇത് തയ്യലിൻ്റെ സാധനങ്ങളെല്ലാം കിട്ടുന്നൊരു കട. എല്ലാ ഐറ്റങ്ങളും ഇവിടെ കിട്ടും. അതാണ്ട് ഷോ ബട്ടൺസും പിന്നെ നമ്മുടെ ബ്ലൗസിലും കാര്യങ്ങളിലൊക്കെ വെക്കുന്ന ലേസും ചുരിദാറിലൊക്കെ വെക്കുന്ന ലേസും അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ഈ കടയിൽ കിട്ടുന്നുണ്ട്. മലയാളിയാണ് കേട്ടോ. മലയാളത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ചെന്നാൽ മലയാളി കാണുന്നത്. സിബ് പിന്നെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. കേട്ടോ തയ്യലിൻ്റെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. അങ്ങനൊരു സ്ഥലമാണ്. ഈ ഗ്ലാസ് കേസ് 30 രൂപയുടെ ഗ്ലാസ്സാണ്. പല കളറിൽ കളർഫുള്ളായിട്ട് ഇവിടെ ഉണ്ട്. മിഠായി വേണതാണ്ട്. നമ്മളിവിടെ നിന്ന് നടന്ന് നീങ്ങുവാണ് കേട്ടോ. ഇനി നമുക്ക് വണ്ടിയൊക്കെ പിടിക്കണം. ഇവിടെ കാർ പാർക്കിങ്ങും ഒക്കെ ഉള്ള ഇത് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്തുള്ള കേട്ടോ. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലമാണ്. മിഠായി വേണോ? അവന് മിഠായി